നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു ഡിസേർട്ട് തയ്യാറാക്കിയെടുത്താലോ? അതായത് ഞാനിന്നിവിടെ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് സ്റ്റീംഡ് എഗ് പുഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ സ്റ്റീംഡ് എഗ് പുഡിങ്ങിൻ്റെ വീഡിയോ ആണ് ഞാനിന്നിവിടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്കൊരു 6 മുട്ടയുടെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ 6 മുട്ട നമ്മൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഏലക്കപ്പൊടിയാണ്. അപ്പോൾ ഏലക്കപ്പൊടി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കൊരു ഏലക്കയുടെ ഫ്ലേവറും കൂടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. അതിനുശേഷം നമുക്ക് സ്വീറ്റ് കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും ഷുഗർ ഇടണമെന്നില്ല. പക്ഷേ കൂടുതൽ ഷുഗർ ആവശ്യമുള്ളവരാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഷുഗർ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഏകദേശം 400 ഗ്രാമിൻ്റെ ഒരു സ്വീറ്റ് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ഒരു ടിന്ന് ഫുള്ള് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ മുട്ടയും അതേപോലെ തന്നെ ഈ കണ്ടൻസ്ഡ് മിൽക്കും അതേപോലെ തന്നെ ഈ ഏലക്കപ്പൊടിയും കൂടിയിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ബീറ്റർ വെച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്കിങ്ങനെ ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ മുട്ടയും അതേപോലെ തന്നെ ഈ കണ്ടൻസ്ഡ് മിൽക്കും ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ അടിച്ചെടുത്താലും മതി. അപ്പോഴും നമ്മുടെ പുഡിങ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നല്ലപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്രീസ് ചെയ്തേക്കുന്ന ഒരു ബൗളിലേക്ക് നമുക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മളിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിനൊരു തട്ട് വെച്ചിട്ട് അതിലേക്ക് നമ്മളുടെ ഈ പാത്രം ഇറക്കി വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഇപ്പം നമ്മൾ അടിച്ചു വെച്ചേക്കണ ബീറ്റ് ചെയ്ത് വെച്ചേക്കണ നമ്മളുടെ ഈ മുട്ടയുടെ മിശ്രിതം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ മേലെന്ന് വെള്ളമൊന്നും വീഴാണ്ടിരിക്കാനായിട്ട് നമ്മളൊരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് അടച്ചു വെക്കുക. അതിൻ്റെ മേലെ നമ്മളിപ്പോൾ ഈ പാനിൻ്റെ മൂടിയും കൂടി വെച്ചിട്ട് അടയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ ഒരു അരമണിക്കൂറെങ്കിലും ഇത് നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമ്മൾ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. അതേപോലെ തന്നെ അലുമിനിയം ഫോയിൽ വെച്ച് അടച്ചത് കൊണ്ട് തന്നെ മേലെന്ന് വെള്ളമൊന്നും ഇതിലേക്ക് വീഴില്ല. അപ്പോൾ നിങ്ങൾ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തുണി വെച്ചിട്ടോ നമ്മൾ ഇതിൻ്റെ മൂടി ഒന്ന് കവർ ചെയ്ത് വെക്കുക മാക്സിമം. അപ്പോൾ നമ്മുടെ പുഡിങ്ങിലേക്ക് വെള്ളമൊന്നും വീഴില്ല. അപ്പോൾ നമ്മൾ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമ്മുടെ പുഡിങ് റെഡി ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ തുറന്ന് നോക്കിയതിന് ശേഷം നമ്മൾ ടൂത്ത് പീക്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടോ കുത്തി നോക്കിയാൽ മതിട്ടോ. ഇവിടെ ഇപ്പോൾ പുഡിങ് ഏകദേശം ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വശങ്ങളിൽ നിന്നൊക്കെ വിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫാക്കി വെച്ചതിന് ശേഷം നമ്മളിപ്പോൾ ഇത് ഏകദേശം ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ ചൂടാറിയതിന് ശേഷം നമ്മൾ ഇതുപോലെ പാത്രം മറിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുഡിങ് ഇത് കണ്ട ഇത് പാനിലോ ഒന്നും അടിയിൽ പിടിക്കാതെ തന്നെ നമുക്ക് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റി. അപ്പോൾ വീഡിയോ കണ്ടതിനും ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനും താങ്ക്സ്. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ പുതിയൊരു റെസിപ്പിയിലൂടെ കാണാം.